സ്കാൻഡിനേവിയ, സ്വപ്നസമാനമായ പാതിരാ സൂര്യന്റെ നാട്. മനോഹരമായ മഞ്ഞുവീഴ്ചകളും ശാന്തമായ തെരുവുകളും അതിലേറെ വ്യത്യസ്തമായ സംസ്കാരവും. ഈ മനോഹരമായ യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ജിനു സാമുവൽ എഴുതിയ ടാക്സോമിക്കെ. നമ്മുടെ എല്ലാം ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്വപ്ന രാജ്യമായിരിക്കും സ്വീഡൻ. അവിടേക്ക് അക്ഷരങ്ങളിലൂടെ നമ്മളെ കൂടെ കൂട്ടുകയാണ് ജിനു സാമുവൽ. ഋതുക്കൾ മാറി മറിഞ്ഞു. വസന്തത്തിൽ നിന്ന് ഗ്രീഷ്മത്തിലേക്കും, ഗ്രീഷ്മത്തിൽ നിന്ന് ശരത്കാലത്തിലേക്കും, പിന്നീട് ശിശിരത്തിലേക്കും ഓസ്ലോ നഗരം മാറിക്കൊണ്ടേയിരുന്നു. ആ പഴയ 4ാം ക്ലാസ്സുകാരന്റെ കൗതുകത്തോടെ ഓരോ മാറ്റങ്ങളും ഞാൻ ആസ്വദിച്ചു. അപ്പോഴും മനസ്സിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായി അത് അവശേഷിച്ചു. മതനിഷേധികളും ദൈവരഹിതരുമായ നോർവേക്കാർ എങ്ങനെയാണ് ഏറ്റവും സന്തോഷമുള്ള സമൂഹമായത്? വെറുമൊരു കാഴ്ചക്കാരന്റെ വിവരണങ്ങൾക്കപ്പുറം സ്വീഡനിലെ മനുഷ്യർ, അവരുടെ സംസ്കാരം, ജീവിത രീതി, അവിടുത്തെ നിയമങ്ങൾ എന്നിവയൊക്കെ വളരെ ലളിതവും ആകർഷകവുമായ ഭാഷയിൽ എഴുത്തുകാരൻ ഇതിൽ പങ്കുവയ്ക്കുമ്പോൾ കുറഞ്ഞ പക്ഷം ഗൂഗിളിലെങ്കിലും നമ്മൾ ആ സ്ഥലങ്ങൾ തിരഞ്ഞു പോകുന്നു. ഒരു നോവൽ വായിക്കുന്ന സുഖത്തോടെ വായിച്ചു തീർക്കാൻ കഴിയുന്നതാണ് ഇതിന്റെ അവതരണം. സ്വീഡനെ അടുത്തറിയാനും യാത്രകളെ പ്രണയിക്കുന്നവർക്കും ഈ പുസ്തകം മികച്ചൊരു ഗൈഡ് കൂടിയാണ്. സ്വീഡിഷ് ഭാഷയിൽ വളരെയധികം നന്ദി എന്നാണ് ടാക്സോമിക്കെ എന്ന വാക്കിന്റെ അർത്ഥം. വായിച്ചു കഴിയുമ്പോൾ ഈ മികച്ച വായനാനുഭവത്തിന് എഴുത്തുകാരനോട് നമ്മളും പറഞ്ഞു പോകുന്നു. ടാക്സോമിക്കെ, മിസ്റ്റർ ജിനു സാമുവൽ.